ഈ റീമിക്സ് പോലും അവിടെ വേറൊരു പാട്ട് ചെയ്യാം എന്ന ഐഡിയ ഇട്ടപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഇത് ആൾക്കാരുടെ ഞരമ്പിൽ ഓടുന്നൊരു സംഭവമാണത്. അപ്പോൾ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്, റീകോളാണ്. അപ്പോൾ അവിടെ ഇത്രയും നേരം എൻ്റെ അടുത്ത് ലൂസിഫറിലെ എന്തെങ്കിലും ഐഡിയാസ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിടുന്ന് വെച്ചപ്പോൾ ഇല്ല. അവസാനം ഇട്ട് തന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ ചെയ്യാന്നാണോ പറയുന്നത്? വേണ്ട, ഇവിടെ ആൾക്കാർക്ക് വേണ്ടുന്നത് അത് തന്നെയാണ്. അത് പറഞ്ഞത് തിയേറ്ററിൽ വന്നപ്പം ആദ്യം ഞാനത് കേൾപ്പിച്ചില്ല. ആദ്യം വേറെ സ്റ്റൈൽ റാപ്പ് വന്ന് പിന്നെ അത് ജോയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്ന് ചേരുന്നത്. ഈ ലൈൻ അങ്ങ് പാടുന്നതും തിയേറ്ററിലൊരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണുന്ന പോലത്തെ എഫക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു വാക്ക് കടവുളെ പോലെ കാപ്പവൻ ഇവൻ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ്. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് സംശയമുണ്ട്. അതായത് തിയേറ്ററിൽ പോകാത്തൊരു മനുഷ്യൻ ഇങ്ങനെ തിയേറ്റർ പൾസ് എങ്ങനെയാണ് പലപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ഗേജ് ചെയ്യുന്നതാണ്.